ഹലോ, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് തുറന്ന് ഓതുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ എവിടെയും തോൽക്കാൻ പോണില്ല, എവിടെയും, ദുനിയാവിലും ആഖിറത്തിലും. ലാ തഹസൻ ഇന്നല്ലാഹ മാന, വിഷമിക്കേണ്ട, അള്ളാഹു കൂടെയുണ്ടോ എപ്പോഴും. ഇനി ഓതാത്തവരോട് ഞാൻ എപ്പോഴും പറയണം, നിങ്ങൾ ഇതിൻ്റെ അത്ര നിങ്ങൾ ഖുർആൻ യൂസ് ചെയ്യാത്ത ആളുകളോട് ഞാൻ പറയണം, നമുക്കിഷ്ടം ഫോണിൽ വരുന്ന, റീലിൽ വരുന്ന മോട്ടിവേഷനും അതിൽ വന്ന പ്രചോദനമായ വാക്കുകളിലാണ് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. ബട്ട് ഖുർആൻ ഇത് അള്ളാഹിൻ്റെ വചനാണ്. ഇതൊരു മനുഷ്യൻ ജനിച്ച് അവൻ മരിച്ച് അതിൻ്റെ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് എ ടു സെറ്റ് എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല മോട്ടിവേഷൻ. അത് പടച്ച റബ്ബിനെ പറയാൻ പറ്റുള്ളൂ. സൃഷ്ടിച്ച റബ്ബാണ്. റബ്ബങ്ങനെ എഴുതി വിട്ടുകണേൽ ഇന്നതുപോലെ ചെയ്യുക, ഇന്നതുപോലെ ജീവിക്കുക. ഇതിനും വലിയ മോട്ടിവേഷൻ ചിന്തിക്കണം. നിങ്ങൾ ഖുർആൻ ഒന്ന് എടുക്കുക, ഓതി നോക്കുക. ഓരോ വാക്കും മനസ്സിലിങ്ങനെ തട്ടി ഇങ്ങനെ ഓതുമ്പോൾ കണ്ണുനീരിങ്ങനെ ഒഴുകും പടച്ച റബ്ബിൻ്റെ മുന്നിൽ. നിങ്ങൾ ഇത് കണ്ടിന്യൂയിട്ട് ഓതുന്ന വ്യക്തികൾ, ഓർക്ക് ഒരു ടെൻഷനും അടിക്കണ്ട, ഓരൊന്നും നോക്കാനില്ല. അത്രയേറെ പവിത്രമാണ് ഖുർആൻ. എല്ലാ വീട്ടിലും പണ്ട് എനിക്കൊക്കെ അറിയാം, ഞങ്ങളെ വീടുകളൊക്കെ അടുത്തടുത്തുള്ള വീടുകളാണ്. ആ വൈകൂടെ അങ്ങ് പോകുമ്പോൾ അന്നൊക്കെ യാസീൻ ഓതുന്ന വീടുകൾ, അതുപോലെ സൂറത്തുൽ വാക്കിയ, സൂറത്ത് റഹ്മാനൊക്കെ ഓതുന്ന ഒരു സൗണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, എന്താ രീതിയിൽ ഓതുന്ന ചില വീടുകളിലൊക്കെ കേൾക്കാം. ഇന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് സത്യമായിട്ട് നമ്മൾ ആ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് ഒന്നെങ്കിൽ മറിമായും, അല്ലെങ്കിൽ സീരിയലിലെ ഡയലോഗ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിമിലെ ഡയലോഗൊക്കെയാണ്. അപ്പോൾ നിങ്ങളോട് പറയണം, ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതിലാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനമുള്ള വാക്കുകൾ, മോട്ടിവേഷൻ എല്ലാം. ഒരിക്കലും മിസ് ചെയ്ത് അള്ളാഹിൻ്റെ ഖുർആൻ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ.